സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ SIP എന്നത് ഒരു നിക്ഷേപ ശൈലിയാണ്. ഒരു നിശ്ചിത തുക വീതം സമയബന്ധിതമായ നിശ്ചിത ഇടവേളകളിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് തുടർച്ചയായി നിക്ഷേപിക്കുന്ന രീതിയാണിത്. ചാഞ്ചാട്ടവും അസ്ഥിരതയും വിപണിയിൽ തലപൊക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ദീർഘകാല നിക്ഷേപ തന്ത്രവുമാണിത്. അതേപോലെ വിപണിയിലേക്ക് രംഗപ്രവേശം ചെയ്യാനുള്ള നല്ല നേരത്തിനായി കാത്തിരിക്കുന്നതിലൂടെ സംഭവിക്കാവുന്ന തെറ്റുകൾ ഒഴിവാക്കാൻ SIP ശൈലിയിലൂടെ കഴിയുന്നതാണ്. മാത്രവുമല്ല, ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ ചിട്ടയോടെ എത്തിപ്പിടിക്കാൻ SIP നിക്ഷേപങ്ങളിലൂടെ സാധിക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ 5 രീതിയിലുള്ള SIP സമീപനങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം. ആദ്യം റെഗുലർ SIP. ദിവസമോ ആഴ്ചയോ മാസമോ പോലെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഇടവേളകളിൽ നിശ്ചിത തുക വീതം നിർദ്ദിഷ്ട കാലയളവിൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ആവർത്തിച്ച് നിക്ഷേപിക്കുന്ന രീതിയാണ് റെഗുലർ SIP. കുട്ടികളുടെ വിദ്യാഭ്യാസം, റിട്ടയർമെൻറ്റ് ജീവിതം പോലെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായാണ് നിക്ഷേപകർ റെഗുലർ SIP പിന്തുടരുന്നത്. തികഞ്ഞ അച്ചടക്കത്തോടെ നിക്ഷേപങ്ങൾ ആരംഭിക്കുന്നതിനും ദീർഘമായ കാലയളവിൽ സമ്പാദ്യം കെട്ടിപ്പടുക്കുന്നതിനും സഹായകരമായ നിക്ഷേപ ശൈലി എന്ന നിലയിൽ മിക്ക സാമ്പത്തിക വിദഗ്ധരും ശുപാർശ ചെയ്യുന്ന രീതിയാണ് റെഗുലർ SIP. വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്നുള്ള തിരിച്ചടിയുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും കോമ്പൗണ്ടിങ്ങിന് ഗുണഫലം നേടുന്നതിനും സൗകര്യപ്രദമായും ഫ്ലെക്സിബിളായും നിക്ഷേപിക്കുന്നതിനായും ഒക്കെ റെഗുലർ SIP ശൈലി നിക്ഷേപകരെ സഹായിക്കുന്നു. പെർപ്പച്വൽ SIP. കൃത്യമായൊരു നിക്ഷേപ കാലയളവ് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് പെർപ്പച്വൽ SIP. ഒന്നുകിൽ നിക്ഷേപകർ നിർത്താൻ ആവശ്യപ്പെടുന്നത് വരെയോ അല്ലെങ്കിൽ അതുവരെയുള്ള നിക്ഷേപം പിൻവലിക്കുന്നത് വരെയോ SIP തുടരുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ ദീർഘമായ കാലയളവിലേക്കുള്ള നിക്ഷേപ ശൈലി എന്ന നിലയിലാണ് പെർപ്പച്വൽ SIP അനുയോജ്യമാകുക. കൃത്യമായ സമയപരിധി ഇല്ലാതെ നേടിയെടുക്കേണ്ട സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും പൊതുവായുള്ള സമ്പാദ്യം കെട്ടിപ്പടുക്കുന്നതിനായും ഒക്കെ പെർപ്പച്വൽ SIP നിക്ഷേപകരെ സഹായിക്കുന്നു. എന്നിരുന്നാലും ഇടവേളകളിൽ ഫണ്ടിൻ്റെ വളർച്ചയും പ്രകടനവും വിലയിരുത്തേണ്ടതുണ്ട്. അതേപോലെ എപ്പോൾ ഈ നിക്ഷേപം അവസാനിപ്പിക്കണം അഥവാ എക്സിറ്റ് സ്ട്രാറ്റജിയിലും കൃത്യമായ ഒരു ധാരണ നിക്ഷേപകർക്കുണ്ടായിരിക്കണം. ഫ്ലെക്സിബിൾ SIP. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ വിപണിയിൽ ഉരുത്തിരിയുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി SIP നിക്ഷേപ തുകയിൽ മാറ്റം വരുത്താൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണ് ഫ്ലെക്സിബിൾ SIP. അതായത് വിപണിയിൽ തിരിച്ചടി നേരിടുന്ന ഘട്ടങ്ങളിൽ SIP തുക വർദ്ധിപ്പിക്കുന്നതിനും വിപണി ഉയരങ്ങളിലേക്ക് മുന്നേറുന്ന വേളയിൽ SIP തുക താഴ്ത്തുന്നതിനും നിക്ഷേപകർക്ക് കഴിയുന്നു. എന്നിരുന്നാലും വിപണിയിലെ എല്ലാ സാഹചര്യങ്ങളിലും നിക്ഷേപകർ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു മിനിമം തുക കൃത്യമായ ഇടവേളകളിൽ പതിവായി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും വേണം. ട്രിഗർ SIP. പ്രത്യേകമായ വിപണി സാഹചര്യങ്ങളിൽ SIP നിക്ഷേപം നടത്താൻ നിഷ്കർഷിച്ചിട്ടുള്ള ശൈലിയാണ് ട്രിഗർ SIP. ഉദാഹരണത്തിന്, പ്രധാന ഓഹരി സൂചികയിൽ ഒരു ദിവസം 3% കൂടുതലുള്ള ഇടിവ് നേരിടുന്ന ഓരോ തവണയും ഒരു SIP നിക്ഷേപം നടത്തുന്നതിനെ സജ്ജീകരണം ഏർപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നു. ഓഹരിയുടെ ട്രെൻഡ് തിരിച്ചറിഞ്ഞ് കൃത്യമായ അവസരം നോക്കി നിക്ഷേപം നടത്താൻ ട്രിഗർ SIPയിലൂടെ സാധിക്കും. എന്നാൽ ഓഹരി വിപണിയെക്കുറിച്ചുള്ള ശരിയായ അവഗാഹമുള്ളവർക്ക് മാത്രമാണ് ഇത്തരം ശൈലിയിൽ നിന്ന് കൂടുതൽ നേട്ടം ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ എന്നതും വിസ്മരിക്കരുത്. നിലവിൽ രാജ്യത്തെ മുൻനിര മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളായ കൊടക് AMC സ്മാർട്ട് SIP എന്ന പേരിലും നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് SIP പ്ലസ് എന്ന പേരിലും ട്രിഗർ SIP സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ടോപ്പ് SIP. നിക്ഷേപകൻ്റെ സാമ്പത്തിക സാഹചര്യം അനുവദിക്കുന്നതിനനുസൃതമായി SIP ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ SIP നിക്ഷേപം നിശ്ചിത തുക വീതമോ നിശ്ചിത ശതമാനക്കണക്കിൽ വർദ്ധിപ്പിക്കാൻ സജ്ജീകരണമുള്ള ശൈലിയാണ് ടോപ്പ് SIP. സ്റ്റെപ്പ് SIP എന്നും വിശേഷിപ്പിക്കാറുണ്ട്. റെഗുലർ SIPയുടെ ഒരു പരിഷ്കരിച്ച പതിപ്പാണിത്. എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ വരുമാനം ഉയരുന്നത് അല്ലെങ്കിൽ ശമ്പള വർധനയോ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭ്യമാകുകയോ ചെയ്യുമ്പോഴൊക്കെ SIP നിക്ഷേപ തുകയിൽ നിശ്ചിത രീതിയിൽ വർധന നടപ്പാക്കുന്ന രീതിയാണിത്. കാലക്രമേണ വരുമാന വർധന ആർജിക്കുന്നവർക്ക് പണപ്പെരുപ്പത്തെ മറികടക്കുന്നതിന് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ടോപ്പ് SIP സഹായിക്കുന്നു. ഓരോ വർഷം SIP തുകയിൽ നിശ്ചിത വർധന നടപ്പാക്കുന്നതിലൂടെ സമ്പാദ്യം മെച്ചപ്പെടുത്താനും കഴിയുന്നു. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്വം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയ SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം നേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടീമിലുള്ള ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.